നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 23/2025 ഓൺലൈൻ എക്സാമിനേഷൻ്റെ ക്ലർക്ക് എക്സാമാണ്, ക്ലറിക്കൽ എക്സാമാണ്. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പം പോയിന്റ്സ് നോക്കി പോവാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്തത് ഏത്? ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് പഠിച്ചു വെക്കാം. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? 1929 ലാഹോർ സമ്മേളനം ഒരുപാട് തവണ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്, അപ്പോൾ അത് ഓർത്തിരിക്കണം. ഒന്നാമത്തെ, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. നെഹ്റു ആയിരുന്നു 1929 ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആരംഭിക്കാൻ തീരുമാനിച്ചതും 1929 നെഹ്റു അധ്യക്ഷനായ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായതേത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ-അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റുമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഒരിക്കൽ കൂടി പറയാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ-അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. ഇതൊക്കെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയെ തെറ്റായ ജോഡി. 3 മാത്രമാണ് തെറ്റായ ജോഡി. ബാക്കി ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവമാണ് ബാസ്റ്റലിന്റെ പതനം. അത് വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. റൂസോ സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹിക കരാർ എന്ന് പറയുന്ന ബുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു. അപ്പൊ എന്തൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റലിന്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൂസോയുടെ ബുക്കാണ് സോഷ്യൽ കോൺട്രാക്ട് അഥവാ സാമൂഹിക കരാർ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എല്ലാം ശരിയാണ്. രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ടത്. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഹഫത്തുൽ മുഹാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി. സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ്. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഹഫത്തുൽ മുഹാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി. സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, അതാണ് ആദ്യം വരുന്നത്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. 1920 മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം, 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം 1936. ആ ഓർഡറിലാണ് പഠിച്ചിരിക്കേണ്ടത്. ശരിയായ ജോഡി കണ്ടെത്താനാണ്. 1, 3 ആണ് ശരിയായ ജോഡി. നീലദർപ്പൺ ദീനബന്ധു മിത്രയുടേതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. നീലദർപ്പൺ ദീനബന്ധു മിത്ര, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗ്രാനൈറ്റ് ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? മുന്നേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിൽ ശിലകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണുക. ഗ്രാനൈറ്റ് അത് വെച്ചിട്ട് ഓർത്തിരിക്കണം. ഗ്രാനൈറ്റ് ഏതുതരം ശിലയാണ്? ആഗ്നേയശില. ആഗ്നേയശില. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദികളുടെ പോഷക നദികളാണ്? ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഗോദാവരി.
ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതിയും ശബരിയും. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദേശീയ ജലപാത 3. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദേശീയ ജലപാത 3. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലഘൂകരണം. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലഘൂകരണം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. കറണ്ട് അഫയേഴ്സ് ആണ്, ഓർത്തിരിക്കണം. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 14-ാമത്തെ ചോദ്യം, പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം വരുമാന നികുതിയാണ്. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം വരുമാന നികുതി. നബാർഡ് എന്നാണ് സ്ഥാപിച്ചത്? 1982-ലാണ് നബാർഡ് സ്ഥാപിച്ചത്. നബാർഡ് സ്ഥാപിച്ചത് 1982-ലാണ്. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ഇപ്പോഴത്തെ ലോകബാങ്ക് ബംഗ അങ്ങനെ ഓർത്തിരിക്കണം. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം 1881. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം 1881. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടികൾച്ചർ. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടികൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചികയാണ് ആഗോള രോഗഭാരം. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചികയാണ് ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയമാണ് തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്താണ്? തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ 21-ന്റെ ഭാഗമാണ്. ജീവനോപാധികൾ നേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21-ന്റെ ഭാഗമാണ്. ഇതിൽ ഏതാണ് ശരി? 2 ഓപ്ഷനും ശരിയാണ്. ഒന്നും കൂടെ വായിക്കാം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21-ന്റെ ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21-ന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന: ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്റ് കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ. 1ഉം 2ഉം ആണ് കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 315-ാം വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്.
അപ്പൊ കേരള പബ്ലിക് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാണ് PR ശ്രീജേഷ്. 21ാമത്തെ ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? 15 ദിവസത്തിനകം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? 15 ദിവസത്തിനുള്ളിൽ. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. 33ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന വിവരാവകാശ പ്രസ്താവനകൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന. അപ്പൊ 2005 വിവരാവകാശ നിയമത്തിനനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. 34ാമത്തെ ചോദ്യം. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പ്ലാസ്മോഡിയം. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? സ്പോറോസോവയാണ്. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം സ്പോറോസോവ വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. അപ്പൊ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. തലച്ചോറിൽ ഡോപാമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. തലച്ചോറിൽ ഡോപാമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗാലി. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗാലി. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. ശിശുദിനം. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, അപ്പം മധുരവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കേഴ്സൺ ആണ്.
ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. 1 ഉം 3 ആണ്. അമർത്തിയ സ്പ്രിങ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം, ഇത് രണ്ടും എന്താണ്? സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭമാണ്. അമർത്തിയ സ്പ്രിങ്ങും ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലവും സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഗതികോർജവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക്. ഇന്ത്യയിൽ ഏതാണ് ISROയുടെ ആദ്യ സൗര ദൗത്യം? ISROയുടെ ആദ്യ സൗര ദൗത്യം ഏതാണ്? ആദിത്യ L1. അപ്പൊ 47ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. അമോണിയം സൾഫേറ്റ് എന്താണ്? ഒരു അസിഡിക് ലവണമാണ്. അമോണിയം സൾഫേറ്റ് ഒരു അസിഡിക് ലവണമാണ്. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? കഫീൻ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ജലം ഐസാവുന്ന പ്രക്രിയയിൽ രാസമാറ്റമൊന്നും നടക്കുന്നില്ല. ഇലകൾ കത്തിക്കുന്നതും മുന്തിരിയുടെ അഴുകലും പുതുതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നത്, അതിലെല്ലാം രാസമാറ്റം സംഭവിക്കുന്നുണ്ട്. ജലം ഐസാകുന്ന പ്രക്രിയയിൽ രാസമാറ്റം സംഭവിക്കുന്നില്ല. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ബോയിൽ നിയമം. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് എന്തിന്റെ ഉദാഹരണമാണ്? ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. താഴെ പറയുന്നവയിൽ ഏത് നോവലിലാണ് അള്ളപ്പിച്ച മല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് അള്ളപ്പിച്ച മല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ജപ്പാൻ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ജപ്പാൻ. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം കേരള ചന്ദ്രിക. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം കേരള ചന്ദ്രിക. സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കമ്പ്യൂട്ടർ ഉപഭോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഉപഭോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഗേറ്റ്വേ. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. ഇതിന്റെ കൂട്ടത്തിൽ പെടാത്തത് സഫാരിയാണ്. 62ാമത്തെ ചോദ്യം, കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ഇ-സേവനം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ഇ-സേവനം. IT ആക്ട് 2000 സെക്ഷൻ 66F
എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സൈബർ ഭീകരത. IT ആക്ട് 2000-ലെ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സൈബർ ഭീകരത. 64-ാമത്തെ ചോദ്യം നോക്കാം. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടുന്ന സമയപരിധി എത്രയാണ്? അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. അപ്പൊ എന്താണ്? 2005-ലെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടുന്ന സമയപരിധി അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി 5 മാസം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമുള്ള വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി 5 മാസമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നിയമങ്ങളുടെ വകുപ്പിൽപ്പെട്ടവയാണ്? അപ്പൊ ഇത് ഏത് നിയമങ്ങളുടെ വകുപ്പിൽപ്പെട്ടവയാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ഗാർഹികാതിക്രമത്തിൽ നിന്നുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. ഈ 4 പോയിന്റും ഗാർഹികാതിക്രമത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹികാതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. 67-ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. പോസ്കോയുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യ നടപടിയെടുത്ത് 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തുന്നതാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് നോക്കാം. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. അവരെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് കുട്ടികളെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അതിക്രമം നടത്തുന്നതെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. 68-ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവ ഏത് നിയമത്തിന്റെ പ്രധാന സവിശേഷതകളാണ്? ഇപ്പൊ 2018-ലെ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. എന്തൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് തടയുന്ന നിയമമാണ്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. അപ്പൊ 2018-ലെ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമമാണ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.